ശരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ബ്രൗൺ സ്കിന്നിനെ കുറിച്ച് പറയാനുള്ള ഒരു പേടിയുള്ള ഒരു മേഖലയായിട്ട് മാറി. ചാലഞ്ചസ് അതുപോലെ പ്രശ്നങ്ങളൊന്നും തരണം ചെയ്യുന്നില്ല, എല്ലാം ഈസിയാണ്, എവറിത്തിങ് ഈസ് ഈസിലി അവൈലബിൾ. സോ ചെറിയൊരു കാര്യം ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സ് മടുത്തു, അവർ ആത്മഹത്യ ചെയ്യാണ്. പക്ഷെ പണ്ട് ഒരു കാലത്തിലോട്ട് നമ്മൾ പോവാണെങ്കിൽ സൂയിസൈഡ് റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. ഡോക്ടറെ കോൺസെപ്റ്റിലുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ് അതാണ്. ഇടത്തെ കണ്ണും വലത്തെ കണ്ണും തമ്മിൽ 0.2 മില്ലിമീറ്റർ വ്യത്യാസമുണ്ട് കണ്ണിൻ്റെ തുറക്കുന്നത്. ഞാൻ പറഞ്ഞു എണീക്കിടാന്ന് പറഞ്ഞു. ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് എക്സസൈസാണ്. സോ ഡു എക്സസൈസ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ആ ടോപ്പിക്കിൽ നിന്നാണ് വന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിപ്പോ പേടിച്ചു തുടങ്ങിയ ആൾക്കാർ കളറിനെ കുറിച്ച് സംസാരിക്കാൻ. പക്ഷെ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാ സ്കിന്നും അവരവരുടേതായ സ്കിന്നാണ്. ഒരു കളറിന് നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡാർക്ക് സ്കിന്ന് ബ്രൗൺ സ്കിന്നിന് പ്രത്യേകം പരിഗണനയാണ്. അവരെ കുറിച്ച് പറഞ്ഞാൽ എന്തോ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്, അവരെന്തെങ്കിലും രോഗികളാണോ ഇത്രയും പരിഗണന കിട്ടാൻ? ശരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ബ്രൗൺ സ്കിന്നിനെ കുറിച്ച് പറയാനുള്ള ഒരു പേടിയുള്ള ഒരു മേഖലയായിട്ട് മാറി. അങ്ങനെയല്ല, അതെന്താന്ന് വെച്ചാൽ മുമ്പ് കാലങ്ങളിൽ നമ്മളുടെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് തമാശകളെല്ലാം ഇപ്പം നമുക്ക് തമാശയായിട്ട് പറയാൻ പറ്റില്ല. പൊളിറ്റിക്കലി ഇറ്റ്സ് ഇൻകറക്റ്റ്. അത് നമ്മളുടെ ഈ കാലഘട്ടത്തിന് പറ്റിയതല്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ആ മാറ്റം. നമ്മൾ മുമ്പ് കളിയാക്കിക്കൊണ്ടിരുന്നത്, നമ്മളുടെ സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ കളർ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ചെയ്തുകൂടാ പാടില്ല എന്നുള്ളതാണ്. സോ കളർ എന്ന് പറയുന്ന സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഒരു ലോകം മൊത്തം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, ഒരിക്കലും കളർ വെച്ചിട്ട് പറയരുത് എന്നുള്ളത്. അത് മെല്ലെ മെല്ലെ എല്ലായിടത്തും എത്തും എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കാസർഗോഡ് ഞാൻ പറയുന്നതെന്ന് പറയുന്നത് വെച്ചാൽ ആ ഒരു ജനറേഷനാണ്. ആ ഒരു ജനറേഷൻ കഴിഞ്ഞ ഒരു നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴത്തേക്ക് കളറിനോടുള്ള ആ ഒരു ഭയങ്കര ഒബ്സഷൻ എന്തായാലും കുറയും എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, പണ്ട് സ്കൂളിലൊക്കെ കളറിനെ വെച്ചിട്ട് നമ്മളെല്ലാത്തിനും ഇപ്പോൾ തടിച്ച് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ പണ്ട് ഒരു കാലത്തിലോട്ട് നമ്മൾ പോവാണെങ്കിൽ സൂയിസൈഡ് റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. മെന്റലി ഭയങ്കര പവർഫുള്ളാണ് ആൾക്കാർ. ഈ കളിയാക്കലും ഈ ടീസിങ് ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യല്ല ഞാൻ, പക്ഷെ എന്നാലും മെന്റലി ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പോൾ കുട്ടികളിലോട്ട് നമുക്ക് ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ അടക്കം അത് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കുന്നുണ്ട്. അതെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മളിങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്നതിന്റെ അല്ലെങ്കിൽ വളർത്തുന്നതല്ല, അതെന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. അതായത് നേരത്തെ ഇപ്പം എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ പല്ല് പൊന്തിയതായിരുന്നു, എൻ്റെ പല്ല് പൊന്തിയതല്ല നിരതെറ്റിയതൊക്കെ ആയിരുന്നു ഒരു ചെറുപ്പത്തിൽ. അപ്പം എന്നെ പല്ലുന്തിന്നായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അത് ആ സമയത്ത് ഒരു വലിയ തെറ്റൊന്നല്ല. അതായത് എന്താണ്, എൻ്റെ ഭാര്യ എൻ്റെ സ്കൂളിലെ ഫോട്ടോ കണ്ടിട്ട് എന്നോട് പറയുന്നത്, നിങ്ങളെ ചെറുപ്പത്തിൽ, അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ജമ്മത്ത് നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കൂലായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഒരു തമാശയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മൾക്ക് ഇതേ തമാശ എനിക്ക് എൻ്റെ മോളോട് പറയാൻ പറ്റില്ല. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് വെരി മച്ച്. അവർ പറയും അച്ഛൻ പറഞ്ഞത് ശരിയല്ല. അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ അത്ര വലിയ തെറ്റാണോ പറഞ്ഞു പോയത് എന്നുള്ളത്. സോ മുമ്പ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന തമാശകളും അല്ലെങ്കിൽ നമ്മൾ വളരെ കാഷ്വലി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ പറയാനാവില്ല. അപ്പോഴെന്തായി, ഇവർക്ക് എല്ലാവർക്കും അവരുടെ റൈറ്റ്സ് അറിയാം, ഹ്യൂമൻ റൈറ്റ്സ് അറിയാം, ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ളതെല്ലാം അറിയാം. അപ്പം നമ്മളിപ്പം എന്താ പറയുക, നമ്മളിപ്പം എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ട്. അപ്പം സോ ദേ നോ എവറിത്തിങ്. സോ അവർ കുറച്ചും കൂടി അലേർട്ടാണ്. ഈ പറഞ്ഞ പോലെ അവരുടെ മനസ്സ് വളരെ ശിഥിലമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം ചാലഞ്ചസ് അതുപോലെ പ്രശ്നങ്ങളൊന്നും തരണം ചെയ്യുന്നില്ല, എല്ലാം ഈസിയാണ്, എവറിത്തിങ് ഈസ് ഈസിലി അവൈലബിൾ. സോ ചെറിയൊരു കാര്യം ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സ് മടുത്തു, അവർ ആത്മഹത്യ ചെയ്യാണ്. വളരെ സങ്കടമാണ്. ഇതൊക്കെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ വളരെ ആധികാരികമായിട്ട് ആളാണോ എന്ന് വെച്ചാൽ ഞാനല്ല. ഇപ്പം അഫീഫ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വിഷമമാണ്, സങ്കടമാണ്, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഫാമിലിയിലോട്ട് വരാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന സംഭവം എന്ന് വെച്ചാൽ സെയിം പ്രൊഫഷനിലുള്ള ആൾക്കാർ കല്യാണം കഴിച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് എന്നതാണ്. പക്ഷേ ഈ ഡോക്ടേഴ്സിൻ്റെ കാര്യം വരുന്ന സമയത്ത് എല്ലാവരും പറയും ഡോക്ടേഴ്സിന് ഡോക്ടേഴ്സ് അല്ലാണ്ട് പറ്റില്ല. അവർക്ക് ശരിക്കും ഡോക്ടേഴ്സിൻ്റെ ലൈഫിൽ വെച്ച്, അതായത് നമ്മുടെ മൈൻഡിലുള്ള ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ലൈഫ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഡോക്ടേഴ്സ് അല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഡോക്ടർ കല്യാണം കഴിച്ചത് ഒരു ഡോക്ടറെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഇക്വാലിറ്റി കാര്യങ്ങൾ. ഫാമിലി ലൈഫിൽ ഞാൻ പറയാം, ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഡോക്ടർ കഴിക്കുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ ജീവിതം ഒരു സന്തോഷമുള്ള ജീവിതമൊന്നല്ല.
ഒരു പരമ ബോറായിട്ടുള്ളൊരു ജീവിതമാണ്. രാവും പകലും പണിയെടുക്കുക, രോഗികളെ നോക്കുക, ഇനി അസുഖമായാലും വളരെ 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 ബോറിങ്. സിസ്റ്റമാറ്റിക് എന്നൊന്നല്ല പറയുന്നത്, ഇറ്റ്സ് എ ബോറിങ് ലൈഫ്. മോർണിംഗ് ടിൽ മോർണിംഗ് എന്താ പറയുക, ഒരു 9 o'clock അല്ലെങ്കിൽ 9:30 മുതൽ വൈകുന്നേരം രാത്രി വരെ തുടങ്ങുന്ന ഒരു പണിയാണ്. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഒരു സാധാരണ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷൻ ഉള്ളവർക്കാന്ന് വെച്ചാൽ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നേരെ മറിച്ച് ഒരു ഡോക്ടർക്ക് ഒരു ഡോക്ടറുടെ അവസ്ഥ അറിയാം. അയ്യോ പാവത്താൻ ഇത്രയും പണിയെടുത്തിട്ടാണ് വരുന്നത്, ഇത്രയും സമയം പണിയെടുക്കുന്നത്. സോ ആ ഒരു ഈക്വലി ഫേസിങ് ദാറ്റ് പ്രോബ്ലം എന്നുള്ളതാണ്. ഒരേ പ്രശ്നം നമ്മൾ രണ്ടുപേരും തരണം ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും അറിയാം ഇയാൾ വൈകിയാൽ ഇങ്ങനെയാണ്, ഇയാൾക്കൊരു ജീവിതമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ കട്ടപ്പുകയാണ്, അപ്പോൾ ഏറ്റവും ബെറ്റർ ഒരു ഡോക്ടറെ തന്നെ കഴിക്കുക എന്നുള്ളത്. കാരണം ഈ ഒരു കട്ടപ്പുകയായ ജീവിതം രണ്ടുപേരും കൂടി ഷെയർ ചെയ്താൽ മതിയല്ലോ. വേറൊരു എഞ്ചിനീയറിനെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു പ്രൊഫഷനെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവർക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സന്തോഷമില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ പാവങ്ങളുടേതാണ് എന്നുള്ളതാണ്. അപ്പൊ ഡോക്ടർ മക്കളോട് ഉപദേശം കൊടുക്കാറുണ്ടോ? നിങ്ങൾ ഡോക്ടർ ഒരിക്കലാവരുതെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ മോളോട് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, നീ എക്കണോമിസ്റ്റ് ആയിക്കോ, അല്ലെങ്കിൽ നീ കൊമേഴ്സ് എടുത്തോ, അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും ചെയ്തോ, നീ ഡോക്ടർ ആവരുത്. എനിക്കറിയില്ല ഇനി ലൈഫ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് ഞാൻ പറയും, ഡോണ്ട് ഗെറ്റ് ഇൻ ടു ഡോക്ടേഴ്സ് പ്രൊഫഷൻ. വൈ? ബിക്കോസ് അത് സ്ട്രേഞ്ച് അല്ലേ? സാധാരണ ഡോക്ടേഴ്സിന്റെ മക്കൾ ഡോക്ടർ അങ്ങനെ അല്ല, ഒരുപാട് മാറാൻ തുടങ്ങി. കാരണം ഒരുപാട് ഫൺ, ഒരുപാട് സന്തോഷം. നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് നമ്മളല്ല. നമ്മളുടെ തിരക്ക്, നമ്മളുടെ പേഷ്യൻസ്, നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് ടു ദ സൊസൈറ്റി, ഇതൊക്കെയാണ് നമ്മൾ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് ഒരു സ്റ്റോപ്പ് വെക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് മുതൽ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നാളെ മുതൽ നമ്മൾ ഡിപ്പെൻഡ് ആയിട്ട് ഒരുപാട് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമുക്കൊരു എൻഡില്ല. നേരെ മറിച്ച് ഒരു ടെക്കി അല്ലെങ്കിൽ ഒരു മീഡിയ ഫീൽഡിലുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ പോട്ടെ ഒരു അസുഖം വന്നു എന്ന് കൂട്ടിക്കോ, ഒരു അസുഖം വന്നു, ഒരു പനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാഷിന് അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു ടെക്കി, അതായത് IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന അവന് ഇന്ന് ലീവ് എടുക്കാം. ഞാൻ 4 ദിവസത്തേക്ക് ഞാൻ പോകുന്നില്ല, അവന് 4 ദിവസം ലീവ് എടുക്കാം. പക്ഷെ ഒരു ഡോക്ടർക്ക് അങ്ങനെ പറ്റണമെന്നില്ല. ഡോക്ടർക്ക് അപ്പോഴെന്ത് ചെയ്യും, ഒരു ദിവസം ലീവ് എടുക്കുമായിരിക്കും, മൂന്നാമത്തെ ദിവസം പാരസിറ്റമോൾ കഴിച്ചിട്ടെങ്കിലും പേഷ്യൻസിന് ചികിത്സിക്കാൻ പോകണം എന്നുള്ളതാണ്. അപ്പം ആ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്ര ഒരു സന്തോഷം. എല്ലാവരുടെ ഒരു മെജോറിറ്റിയുടെ ലൈഫും ഡോക്ടേഴ്സിൻ്റെ ലൈഫും എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് വെരി ഹാപ്പനിങ് ലൈഫ് അല്ല. സോ ഇറ്റ്സ് എ ബോറിംഗ് ലൈഫ്. സോ അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ മക്കളോട് ഡോക്ടർ ആവണമെന്ന് ഞാൻ പറയില്ല. വേറെ ഒരു ഓപ്ഷനും ഇല്ല എന്നുള്ളതാണെങ്കിൽ വന്നോട്ടെ, അല്ലാത്ത പക്ഷം നെവർ ദ ഫസ്റ്റ് ഓപ്ഷൻ. അതായത് ഒരിക്കലും അങ്ങോട്ട് പോകരുത് എന്ന രീതി. ഒരു മീൻസ് അങ്ങനെ താല്പര്യം ഉണ്ടോ? ഇല്ല, താല്പര്യമൊന്നും ഇതുവരെയായിട്ട് കാണിച്ചിട്ടില്ല. ഡാൻസേഴ്സ് ഒക്കെ അല്ലേ? ഡാൻസ് ചെയ്യും, നല്ലോണം ഡാൻസ് ചെയ്യും മക്കള്. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു ആസ് എ ഫാദർ, ആസ് എ ഹസ്ബൻഡ്? ഞാൻ കുറച്ചും കൂടി എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യും. എനിക്ക് വെറും ഡോക്ടർ സർക്കിൾ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ മേഖലയിലുള്ള സുഹൃത്തുക്കളുണ്ട്. സോ ഐ ട്രാവൽ എ ലോട്ട് വിത്ത് ദം. പക്ഷെ ആ ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ അങ്ങനത്തെ ഒരു സർക്കിളിൽ വന്നതുകൊണ്ടാണ്. ഞാൻ നേരെ മറിച്ച് ഒരു ഡോക്ടർ സർക്കിളിലാണ് വന്നിരുന്നെങ്കിൽ ചില സമയം ഞാൻ ഇത്രത്തോളം ട്രാവൽ ചെയ്യണമെന്നില്ല. ഞാൻ പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് പിന്നെ ഒരു ബോൾഡ് ഡിസിഷൻ എടുത്തു, എനിക്ക് ഇത്രേ വേണ്ടൂ എന്നുള്ളത്, ഇത്ര മതി. അപ്പോഴേ എനിക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടാൻ തുടങ്ങി. സോ വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചൊക്കെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് പേഴ്സണലി നോക്കുവാണെങ്കിൽ. അപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയാലോ? അങ്ങനെയല്ല, എല്ലാവരും ആ ഡിസിഷൻ എടുക്കുന്നില്ല. ഇങ്ങനെ ഒരു ഡോക്ടർ വേണമെങ്കിൽ മക്കളെ അയക്കുക എന്നുള്ളത്. പക്ഷേ അതും ഞാൻ പറയില്ല, ലാസ്റ്റ് ഓപ്ഷൻ, നോട്ട് പ്രൈമറി ഓപ്ഷൻ. അതായത് മടുപ്പാണ്, കുറച്ചൊക്കെ മടുപ്പാണ്. സത്യത്തിൽ മടുപ്പാണ്. ഇഫ് ഐ ആസ്ക് മീ, എപ്പോഴും സ്ട്രെസ്ഡ് ലൈഫാണ്, എപ്പോഴും സ്ട്രെസ്ഫുൾ ആണ്. നമുക്കെപ്പോഴും വി ആർ ഓൾവേസ് ആൻസറബിൾ എന്നുള്ളതാണ്. അതായത് ഒരു ഓൺട്രപ്രണർ വിത്ത് ഡോക്ടർ ആവുമ്പോഴാണോ? അല്ലെങ്കിൽ അല്ല എനി ഡോക്ടേഴ്സ് ആയാൽ തന്നെയും നമ്മൾ വി ഹാവ് എ കമ്മിറ്റ്മെന്റ്. നമുക്ക് പെട്ടെന്ന് ആ കമ്മിറ്റ്മെന്റിൽ നിന്ന് മാറാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയുകയാണ്, എടാ ഞാൻ നാളെ വരുന്നുണ്ട്, നമുക്ക് ഇവിടെ പോവാം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സിക്ക് ലീവ് ഇടാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അത് ആർക്കും പറ്റില്ല. പോട്ടെ 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട്, ഒരു സിക്ക് ലീവ് ഇടാം, എന്നാലും പറ്റണമെന്നില്ല. കാരണം എന്താണ്, ഇപ്പം അത്യാവശ്യം നമ്പർ ഓഫ് സർജറീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ചിലപ്പോൾ 1 മാസത്തേക്ക് പ്രീ ബുക്ക്ഡ് ആയിരിക്കും.
അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയണടാ ഞാൻ അമേരിക്കയിൽ നിന്ന് വരികയാണ്, ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരികയാണ്, നീ എൻ്റെ കൂടെ 2 ദിവസം നിൽക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പ്രീ പ്ലാൻഡ് ചെയ്യണം. നേരെ മറിച്ച് ഞാൻ വേറൊരു പ്രൊഫഷൻ ആണെങ്കിൽ ഞാൻ 10 ദിവസം നിനക്ക് ലീവ് എടുക്കാമെന്ന് പറയാൻ പറ്റും ചില സമയത്ത്. ഞാനങ്ങനെ ജനറലൈസ് ചെയ്യുന്നില്ല, പറ്റാം. പക്ഷെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. സോ ലൈഫ് ഇറ്റ്സ് നോട്ട് ദാറ്റ് വെരി ഹാപ്പി. ഒരു ഹാപ്പിനെസ് ഫാക്ടർ കുറച്ച് കുറവാണ്. പണമുണ്ട്, അതില്ല ഞാൻ പറഞ്ഞില്ല, പണമുണ്ട്, സെക്യൂർഡ് ആണ്, പണമുണ്ട്. പണം ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനീഷ്യലി സർവൈവൽ ഈസ് വെരി ടഫ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം ഡീസൻ്റ്ലി സെറ്റിൽഡ് ആയിരിക്കും. കാരണം അവർ സാമ്പത്തികമായിട്ട് കുറച്ചൊക്കെ സൗണ്ട് ആയിരിക്കും. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു ഫ്രണ്ട്സൊക്കെ, ഒരു ഡോക്ടറിനൊക്കെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം, സെക്യൂർഡ് ആയിട്ടുള്ള ലൈഫ്. അത് പൊതുവെ പറയുന്ന കാര്യമല്ലേ? അതൊരു വാസ്തവമാണ്, കുറേയൊക്കെ വാസ്തവം തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നത്. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞ് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒട്ടുമിക്ക ഒരു എബോ ആവറേജ് എല്ലാവരും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ്, എബോ ആവറേജ്. ഇപ്പം നമ്മൾ ഫാമിലിയിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ ബോട്ടോക്സിനെ കുറിച്ച് ഫില്ലേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കാറുണ്ടോ മക്കൾക്ക്? ഇനിയിപ്പോൾ ഇതിങ്ങനെ മാറി മാറി എല്ലാവരും ആ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡിലോട്ട് മാറല്ലേ, അപ്പോൾ മക്കൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കാറുണ്ടോ? ഇതല്ല ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്ന രീതിയിൽ. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ മോള് ജെൻസിയിൽ പെടുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ ചെറിയോള് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, അവള് 4-5 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പം എൻ്റെ വലിയ മോള് എന്ന് പറയുന്നത് അവള് കെയർ ഫ്രീ ആണ് ആക്ച്വലി. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ജനറേഷൻസ് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ ആർ കെയർ ഫ്രീ. അവരിപ്പം എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഞാൻ പറയാണ് മോളു ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞാൽ നോ, ഇറ്റ്സ് ദെയർ ഡിസിഷൻ, അവരുടെ ഡിസിഷനാണ്. അവരോട് പറയണം നീ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ മുഖത്ത് ഇടണം എന്ന് പറഞ്ഞാൽ നോ, ഐ ലവ് മൈ കളർ എന്ന് പറയുന്ന ജനറേഷനാണ് ഇനി വരുന്നത്. അവർക്കൊരിക്കലും ഇടി നീ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ട് കളർ കൂട്ടുക എന്ന് പറഞ്ഞാൽ കേൾക്കൂല്ല, അവർ ചെയ്യൂല. വൈ? ബിക്കോസ് ദേ ആർ സെലിബ്രേറ്റിംഗ് ദെയർ ബ്യൂട്ടി, അവരുടെ സൗന്ദര്യം അല്ലെങ്കിൽ അവരെന്താണ് ഫീച്ചേഴ്സ്. അവർ തടിച്ചാണെങ്കിൽ ദേ ആർ സെലിബ്രേറ്റിംഗ് ഇറ്റ്. അച്ഛാ ഡോണ്ട് കമൻറ്റ് ഓൺ മൈ തടി എന്നാണ് പറയുന്നത്. അത് ആരും അങ്ങനെ തന്നെയാണ്, അവർക്ക് അവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. സോ ലൈഫ് ഇവോൾവ് ചെയ്യാണ്, സ്റ്റൈൽ ബ്യൂട്ടി സെൻസും ഇവോൾവ് ചെയ്യാണ്. ഇനി വരുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ ന്യൂ നോർമലായി മാറും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഡെഫിനറ്റ്ലി ഓവർ എ പീരീഡ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ബോട്ടോക്സും ഫില്ലേഴ്സൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരും. പക്ഷെ ഇപ്പൊ നമുക്ക് ഒസിംപിക്കിന്റെയും മൊഞ്ചേറയുടെ കാലാണ്, എല്ലാവരും സ്കെൽട്ടണിലോട്ട് മാറി അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ പിന്നെ ഈ ഡോക്ടർ പറഞ്ഞതും ഈ ജനറേഷനാണ്. ഞാൻ പറഞ്ഞ ചെറിയ പിള്ളേരോ അല്ലെങ്കിൽ ആ ജനറേഷൻ്റെ ഒരു മാറ്റമാണ് ഇപ്പം. ഇതൊരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡിൽ പോകുന്നത് എന്ന് പറഞ്ഞത് ഞാൻ ഡെഫിനറ്റ്ലി പറയാം, ഒരു 30 മുതൽ ഈ 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സുള്ള ഈ ഇടയിലുള്ളവർക്ക് ഈ പറയുന്ന 80s 90s കിഡ്സ് തന്നെയാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ താഴെയുള്ളവർക്ക് ആവശ്യം വരാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല, എന്നാലും അവർ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി. ഇത് നമ്മുടെ ശരീരത്തിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇഞ്ചെക്ഷൻസ്? ഇഞ്ചെക്ഷൻസ് ഞാൻ പറയാം, ബേസിക്കലി ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള ഒരു വ്യക്തിയല്ല. സോ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെയിറ്റ് ലോസ് ഇഞ്ചെക്ഷൻ ആണ്. ഇറ്റ്സ് എ ടൈപ്പ് 2 ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് പറയുന്നത് ഈ മോഞ്ചോറോ എന്ന് പറയുന്നത്. ഒസിംപിക് എന്ന് പറയുന്നത് അത്ര ഈസിലി അവൈലബിൾ അല്ല ഇന്ത്യയിൽ, ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. മോഞ്ചോറോ എന്ന് പറയുമ്പോൾ വളരെ കോമൺ ആവാൻ തുടങ്ങി. സോ ഈ മോഞ്ചോറോ ഇഞ്ചെക്ഷൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ യു ഹാവ് ടു സീ ആൻ എൻഡോക്രൈനോളജിസ്റ്റ്. ഒരു കാരണവശാലും വേറെ ആരെങ്കിലും ഒരു കോസ്മെറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയിട്ട് എടുത്തിട്ട് ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി നിങ്ങളൊരു എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടിട്ട് അവരുടെ മേൽനോട്ടത്തിൽ വേണം സത്യത്തിൽ ഈ പറയുന്ന ഈ മോഞ്ചോറോ എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻ എടുക്കേണ്ടത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് വിശപ്പിനോട്, അല്ലെങ്കിൽ നമുക്ക് ആ വിശപ്പ് എന്ന് പറയുന്ന ഒരു റിഫ്ലക്സ് ആണ്. എനിക്ക് വിശക്കുന്നു, എനിക്ക് ഒരു ഫുഡ് കാണുമ്പോൾ നമുക്ക് വിശക്കുന്നു, ഒരു മണം കേൾക്കുമ്പോൾ നമുക്കൊരു വിശപ്പ് വരുന്നു എന്നുള്ളത്, ആ റിഫ്ലക്സിനെ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ സോ ഭക്ഷണത്തിനോടുള്ളൊരു വിരക്തിയാണ്. ആൻഡ് ഇറ്റ്സ് എ ടഫ് ജേർണി, കുറച്ച് ഒരു ബുദ്ധിമുട്ടേറിയ ജേർണിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരുപാട് പേര് ഇപ്പം ഈ പറയുന്ന മോഞ്ചോറോ ഇഞ്ചെക്ഷൻസിലോട്ട് പോകുന്നുണ്ട്. കാരണം വെയിറ്റ് ലോസ് ജേർണിക്ക് വേണ്ടിയിട്ട് അത് പിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒബീസ് ആയവർ അല്ലെങ്കിൽ ഭയങ്കര ഡയബറ്റിക് ആയാലും പ്രീ ഡയബറ്റിക് ആയവർക്കൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ടു ദ ബെസ്റ്റ് എൻഡോക്രൈനോളജിസ്റ്റ് അല്ലെങ്കിൽ ഹൂ ഈസ് പ്രാക്ടീസിങ് ദിസ് വൺ. ഞാൻ ഒരിക്കലും ഇതിലൊരു ആധികാരികമായി പറയാൻ ഒരാളല്ല. പക്ഷെ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു റീല് കണ്ടിരുന്നു. നമ്മുടെ ഇപ്പോൾ കൊച്ചിയിൽ ഒരു സലൂണിൽ വെഡിങ് പാക്കേജ് എടുക്കുന്ന സമയത്ത്
നമ്മുടെ വെയിറ്റ് ഇത്രയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 kg കുറച്ച് കളയാം, ഇത് വെഡിങ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് ഈ മൊഞ്ചേറോ എന്ന്. അപ്പം അത് എത്രത്തോളം നമുക്കൊരു കല്യാണം കഴിക്കാനും ഒരു വെയിറ്റിന്റെ ഒരു അതാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം ഒരു സ്റ്റാൻഡേർഡ്, pathetic ഒരു ആയിട്ടുള്ള ഭയങ്കര അവസ്ഥയാണ്. situation ആണ്. കാരണം അതല്ല, അതൊരു സലൂണിലാണ് എന്നുള്ളതാണ്. അത് ഭയങ്കര മോശം തന്നെയാണ്. ഇതൊക്കെ ഒരു മോശം ട്രെൻഡ് തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ഒരു മോശം ട്രെൻഡ് തന്നെയാണ്. പക്ഷേ തടി ഒരു ചിലവർക്ക് എന്താ അറിയോ, ചിലവർ എന്ത് പറയും, അതായത് ഡോക്ടർ ഞാൻ പച്ചവെള്ളം കുടിച്ചാലും തടിക്കുന്നവരുണ്ട് ചിലവർ. അപ്പം അവർക്ക് അങ്ങനത്തെവർക്ക് എന്ന് വെച്ചാൽ എല്ലാ മാർഗങ്ങളും ട്രൈ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളതാണെങ്കിൽ ദേ ക്യാൻ ഗിവ് എ ട്രൈ. ഇഫ് ദേ ആർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ, അവർക്ക് അങ്ങനെ ഒരു ട്രൈ ചെയ്യുന്നതിന് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സലൂൺസും ഇങ്ങനത്തെ സെന്റേഴ്സൊന്നും ഞാൻ ഒരിക്കലും ഓപ്ഷൻ ഗോ ടു ആൻ എൻഡോക്രൈനോളജിസ്റ്റ്, ഹി വിൽ ഹെൽപ്പ് യു ഓർ ഷീ വിൽ ഹെൽപ്പ് യു. പക്ഷെ കാരണം കല്യാണം കഴിക്കുമ്പോൾ ഒരു തടി എന്ന് പറയുന്ന സാധനം ഒരു വല്ലാത്തൊരു ഫാക്ടറായി വരാറുണ്ട്. അപ്പൊ ഈ വെഡിങ് പാക്കേജിലൊക്കെ വരാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, അങ്ങനെയൊക്കെ നമ്മളൊക്കെ മറ്റേ ഫേഷ്യലും ഇതൊക്കെ ആയിരുന്നു, ഇപ്പൊ അത് മൊഞ്ചേറോയിലോട്ട് മാറി. അതും കൊച്ചിയിലേതോ സലൂണാണ്. ഒരു ഡോക്ടർ തന്നെയാണ് ഒരു ഇന്റർവ്യൂല് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഡോക്ടറെ ക്ലയൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നോർമൽ ക്ലയൻസ്, സെലിബ്രിറ്റി ക്ലയൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഡോക്ടർ ഒരു ക്ലയൻറ്റ് അടുത്ത് വരാണെങ്കിൽ ഇപ്പോൾ ബോട്ടോക്സ്, ഫില്ലേഴ്സ്, സർജറി, ഈ 3 സാധനങ്ങളിൽ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യുക? സർജറി, ഡെഫിനറ്റ്ലി സർജറി. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ഓൾവേസ് അതായത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് വരുന്നതിലൊരു മേജർ മെജോറിറ്റിയും വരുന്നത് ആൻറ്റി ഏജിങ് സർജറീസിനാണ്. യങ്സ്റ്റേഴ്സും വരുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് വരുന്നവർക്കൊക്കെ സർജറിക്കൽ ഓപ്ഷൻസിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അതായത് എൻ്റെ താടി നീട്ടണം, എനിക്കൊരു നുണക്കുഴി വേണം, എൻ്റെ മൂക്ക് ഭംഗിയാക്കണം, ആനച്ചെവിയുടെ സർജറി, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസിലാണ് യങ്സ്റ്റേഴ്സ് വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ വരുന്നത് ആൻറ്റി ഏജിങ് സർജറീസാണ്. ആൻറ്റി ഏജിങ് സർജറീസ് എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ ഗോൾഡ് മൈൻ. അതൊരു അടുത്തൊരു മീൻസ് ഇപ്പം തന്നെ പറയുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ശൈശവാവസ്ഥയിലാണ്. ആ ഒരു ആൻറ്റി ഏജിങ് സർജറീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചെറിയ ശൈശവാവസ്ഥയിലാണ്. അത് ഒന്ന് എഴയാൻ പോലും തുടങ്ങിയിട്ടില്ല. പക്ഷേ ഈ എഴയാൻ പോലും തുടങ്ങുന്ന സമയത്ത് തന്നെ ആൾക്കാർ ഇത്രയും ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ആദ്യം വരുന്നത് കണ്ണിന് ചുറ്റുള്ള പ്രായമാണ്. ആ പ്രായം കുറയ്ക്കാൻ ഒരു ബ്ലെഫറോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ സർജറി ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എന്തുകൊണ്ടാണ്? പെർമനൻ്റ് ആണ്. അടുത്ത 10-15 കൊല്ലത്തേക്ക് പെർമനൻ്റ് റിസൾട്ട്. പിന്നെ ഗ്രാജ്വലി കുറയുന്നേ ഉള്ളൂ. അത് ആർക്ക് തരാൻ പറ്റും? ഫില്ലേഴ്സിന് തരാൻ പറ്റില്ല, ബോട്ടോക്സിന് ഡെഫിനറ്റ്ലി തരാൻ പറ്റില്ല. ഇപ്പം ലാഫിംഗ് ലൈൻ ഒരു 40 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് വരുന്നതാണ് ഇവിടെയുള്ള ലാഫിംഗ് ലൈൻ. നമ്മൾ ഇവിടുത്തെ മസിലിൽ പിടുത്തം കുറയുന്നു, താഴോട്ട് തൂങ്ങുന്നു. അതിനെ പെർമനൻ്റ് ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ മിനി ലിഫ്റ്റിംഗ് സർജറി. 50 വയസ്സ് 60 വയസ്സാകുമ്പോൾ കഴുത്തൊക്കെ തൂങ്ങി അല്ലെങ്കിൽ ഇവിടെയൊക്കെ തൂങ്ങി വൃത്തികേടാവുകയാണ് അല്ലെങ്കിൽ മോശമായിട്ട് തോന്നുകയാണ് എന്നുള്ളതാണെങ്കിൽ അവർക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗോ ഫോർ ഫേസ് ലിഫ്റ്റിംഗ് സർജറി. കാരണം ഇതൊക്കെ ഒരു പെർമനൻ്റ് ഓപ്ഷനാണ്. അതായത് അടുത്ത ഒരു 15 കൊല്ലത്തേക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ട് എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ഓൾവേസ് ബീങ് എ സർജൻ, ഒരു മാക്സിലോഫേഷ്യൽ സർജൻ എന്നുള്ള നിലയിൽ മുഖത്തിൻ്റെ ഇങ്ങനത്തെ എന്ത് വന്നു കഴിഞ്ഞാലും മൈ ഫസ്റ്റ് പ്രൈമറി ചോയ്സ് ഇസ് ഓൾവേസ് സർജറി. ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ല, നമുക്കൊരു സെമി പെർമനൻ്റ് ആയിട്ട് ചെയ്താൽ തീരുന്ന പ്രശ്നമാണ് എന്നുള്ളതാണെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ഓപ്ഷൻ. ബോട്ടോക്സ് ഈസ് ആൻ ഓപ്ഷൻ, ഫില്ലേഴ്സ് ഈസ് ആൻ ഓപ്ഷൻ, ത്രെഡ് ലിഫ്റ്റിംഗ് ഒരു ഓപ്ഷനാണ്, ലേസർ ഈസ് ആൻ ഓപ്ഷൻ. പിന്നെ ഒരുപാട് പല തരത്തിലുള്ള ലേസേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ഒരു എൻ്റെത് എന്ന് വെച്ചാൽ മോർ ഓഫ് എ കൈൻഡ് ഓഫ് എ സർജിക്കൽ പ്രാക്ടീസ് ആണ്. അപ്പം ഒരുപാട് ലേസേഴ്സ് ഒന്നും എൻ്റെ അടുത്തില്ല. സോ ബെറ്റർ യു ഗോ ടു എ ഡെർമറ്റോളജിസ്റ്റ്. അവരെന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, പലതരത്തിലുള്ള ലേസേഴ്സും പലതരത്തിലുള്ള സ്ലിമ്മിങ് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട്. സോ അതും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് വരുന്ന ക്ലയൻസിനെ എപ്പോഴെങ്കിലും മടക്കി അയച്ചിട്ടുണ്ടോ? നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പിടി. കാരണം എന്താ വെച്ചാൽ ചില കുട്ടികൾ, മെയിൻലി കുട്ടികളാണ് വരിക. അതായത് കുട്ടികൾ ഇൻ ദ സെൻസ് ഒരു 25-ൻ്റെ ഉള്ളിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ BDD, ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്ന കണ്ടീഷൻ. കാരണം വളരെ ഭംഗിയായിട്ട് ഒരു മാലാഖനെ പോലെയുള്ള ഒരു കുട്ടിയൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പൂച്ചക്കണ്ണ്, കേളി ഹെയർസ്, നല്ല നിറമുള്ള മോള്. ഡോക്ടറെ കോൺസെപ്റ്റിലുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ് അതാണ്. അതല്ല അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി വരും. എന്നിട്ട് അവർ പറയും എനിക്ക് ഇത് പ്രശ്നമുണ്ട്, എൻ്റെ ജോ പ്രശ്നമുണ്ട്, ചുണ്ട് പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പേര് വരും. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി പറയും ഒരു തരത്തിലെ സർജറി അല്ല ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട, എൻ്റെ അടുത്തത് ചെയ്യാനാവില്ല, നിങ്ങൾ വേറെ സ്ഥലത്ത് പോയിക്കോ ഡെഫിനറ്റ്ലി. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്യും, മോള് എവിടെയെങ്കിലും പോയിട്ട് ഒരു കുണ്ടിൽ പോയി ചെന്ന് വീഴരുത്, ശ്രദ്ധിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. ചിലവർ വന്നിട്ട് അനാവശ്യമായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയണം, ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ കണ്ണ്, ഡോക്ടർ എൻ്റെ കണ്ണ് ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ കുറേ നേരം ശ്രദ്ധിച്ചു, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ പറയാണ് എൻ്റെ ഈ കണ്ണും ഇടത്തെ കണ്ണും വലത്തെ കണ്ണും തമ്മിൽ
0.2 മില്ലിമീറ്റർ വ്യത്യാസമുണ്ട് കണ്ണിൻ്റെ തുറക്കുന്നത്. ഞാൻ പറഞ്ഞു എണീക്കിടാന്ന് പറഞ്ഞു. കാരണം ഞാനത് എങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓരോരാൾ എന്നുള്ളത്. ചിലവർ പറയും ഞാൻ ഒരുപാട് ചുണ്ടിൻ്റെ വണ്ണം കുറക്കുന്ന സർജറി ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് ലൈക്ക് 250 എബവ് കേസസ് ഓഫ് ചുണ്ടിൻ്റെ വണ്ണം കുറക്കുന്ന സർജറി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മുമ്പ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് അല്ലു അർജുനെ കണ്ടിട്ടാണ്. ഞാൻ അല്ലു അർജുൻ്റെ ചുണ്ടുകൾ വണ്ണം കുറഞ്ഞത് എങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാൻ പിന്നെ ആ ഒരു സർജറീസ് കേരളത്തിൽ പ്രൊമോട്ട് ചെയ്തത്. ആൻഡ് ഐ ഡൺ ലോട്ട് ഓഫ് സർജറീസ്. അപ്പം അത് ഞാൻ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടിൻ്റെ വണ്ണം കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കോളേജിൽ പോകുന്നില്ല. അയ്യോ, ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മാസ്ക് ഊരാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ കോൺഫിഡൻസ് ഇഷ്യൂ, അവരുടെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഫാക്ടർ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്നത്. ഇത് കൂടുതലും യങ്ങർ ജനറേഷനിൽ കാണുന്നതാണ്. അവരെ അത് മാനസികമായിട്ട് വളരെയധികം ബാധിക്കുന്നു എന്നുള്ളത്. ജോലിക്കല്ല കോളേജിൽ പോകാതിരിക്കുന്നവരുണ്ട്, ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. അതിലെനിക്ക് വലിയ സങ്കടമുണ്ട്. ചിലത് ജെന്യൂൻ ആയിരിക്കും, ചിലത് വളരെ ബ്ലണ്ടറും അട്ടർ മണ്ടത്തരമായിരിക്കും. പക്ഷെ ഞാൻ ഇരുന്ന് കേൾക്കും. കാരണം നമുക്ക് അങ്ങനെ അവരുടെ ഒരു വിഷമം കേൾക്കണ്ടേ. പിന്നെ ആവുന്നതും നമ്മൾ കൗൺസിൽ ചെയ്യും. വേണ്ട, ചെയ്യണ്ട, ഒന്നും കൂടി വരാൻ പറയും. വീണ്ടും നമ്മൾ കൗൺസിൽ ചെയ്യും. സോ ഇഫ് ഇറ്റ് ഈസ് നെസസറി വി വിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ട്രീറ്റ്മെന്റ്. അല്ലാത്ത പക്ഷം നമ്മളതിനെ തിരിച്ചയക്കും. ഇപ്പോൾ ബക്കൽ ഫാറ്റ് റിമൂവലിൻ്റെ ഒരു കാര്യം വരുമ്പോൾ പറയും നമുക്കത് കുറച്ചും കൂടെ അല്ല മന്ത്സോ ഇയേഴ്സോ എടുക്കുമ്പോൾ പിന്നെയും തൂങ്ങി നിൽക്കും എന്ന രീതിയിൽ ബക്കൽ ഫാറ്റ് റിമൂവൽ. ഇല്ല, ഒരിക്കലും ഇല്ല. ബക്കൽ ഫാറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കൽ ഫാറ്റ് ഒരു ക്യാപ്സ്യൂളാണ്. നമ്മളിപ്പം ശരീരത്തിൽ വയറിൽ തടി, കൊഴുപ്പ്, കഴുത്തിൻ്റെ കീഴ്ഭാഗത്ത് കൊഴുപ്പ്, ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ ഒരു പരന്ന് കിടക്കുന്ന കൊഴുപ്പാണ്, ഫാറ്റാണ്, പരന്ന് കിടക്കുന്ന ഫാറ്റാണ്. അത് നമ്മൾ തടി കൂടുമ്പം കൂടും, തടി കുറയുമ്പം കുറയും എന്നുള്ള രീതിയിലുള്ളതാണ് ആ ഫാറ്റ്. ഈ ബക്കൽ ഫാറ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരു വാട്ടർ ഫിൽഡ് ബലൂണ് പോലെയാണ്. ബലൂണിൽ വെള്ളം നിറച്ച പോലെ ഒരു ക്യാപ്സ്യൂളാണത്. സോ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സാധനം ഒരു തവണ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വരില്ല, പോയി. സോ ഈ ബക്കൽ ഫാറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന അത്യാവശ്യം എല്ലാവർക്കും നല്ല സൗന്ദര്യം വരും എന്നുള്ളതാണ്. മോശമൊന്നും ആവില്ല. കാരണം അതൊരു ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല. ഒരു മൈൽഡ് ഡിപ്രഷൻ, നമ്മുടെ മുഖത്തിന് ഒരു ചിസിൽഡ് ലുക്ക്, ഭയങ്കര വീതിയുള്ള ഒരു മുഖം അല്ലെങ്കിൽ ഒരു ഇത്തിരി വീതിയുണ്ട്, നമ്മൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും മുഖത്തിൻ്റെ വീതി കുറയുന്നില്ല. എൻ്റെ ശരീരം വളരെ പെർഫെക്റ്റ് ആണ്, ഇനി എൻ്റെ മുഖം ഒന്നും കൂടി ചിസിൽഡ് ലുക്ക് വേണം. ഏത് ഈ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലുള്ളവർ, അപ്പോൾ അങ്ങനത്തെവരൊക്കെ അല്ലെങ്കിൽ മോഡൽ ലുക്ക് വേണം, എനിക്ക് കുറച്ചും കൂടി ഒരു വി ചിസിൽഡ് ലുക്ക് വേണം എന്നൊക്കെ പറയുന്നവരാണ് കൂടുതലായിട്ട് ഈ ബക്കൽ ഫാറ്റിന് വരുന്നത്. ഇറ്റ്സ് ഒരു ഹാഫ് ആൻ അവർ പ്രൊസീജിയറാണ്. അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊഴുപ്പ് അങ്ങോട്ട് പോകുന്നു. ഒരു കറക്റ്റ് ക്യാപ്സ്യൂളാണ്, ഇടതും വലതും ഒരേപോലെ ഉണ്ടാവും. അതങ്ങോട്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 ദിവസം 6 ദിവസം ചെറിയൊരു നീരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു മാസം ആകുമ്പം തന്നെ ഒരു റിസൾട്ട് വരും. 2-ാം മാസമൊക്കെ ആകുമ്പോൾ അടിപൊളി റിസൾട്ട് വരും. അതായത് ഇവിടെ ഒരു ചെറിയൊരു ഒതുക്കം വരും. ഇതല്ല, ഇവിടെയാണ് ഒതുക്കം വരും. അപ്പോൾ ഈ മാലാർ ബോൺ, അതായത് നമ്മളുടെ ഈ ഒരു ബോൺ കഴിഞ്ഞ് ഈ ആംഗിൾ ബോൺ, അതിന് രണ്ടിനും ഒരു ഹൈലൈറ്റ് കിട്ടും ഇതങ്ങോട്ട് കുറയുമ്പോൾ. സോ ഒരു ചിസിൽഡ് ലുക്ക് ആയിരിക്കും, കുറച്ചും കൂടി ചെത്തി എടുത്ത പോലെ ഉണ്ടാവും. ഇറ്റ്സ് എ ഗുഡ് പ്രൊസീജിയർ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഡെർമറ്റോളജിസ്റ്റ് അല്ല എന്ന് പറഞ്ഞു, പക്ഷെ എങ്കിലും ചോദിക്കാം, ഇപ്പം നമുക്ക് ഒബ്സഷൻ ഉള്ള ഒരു പുതിയ ജനറേഷൻ്റെ കാര്യമാണ് 12 സ്റ്റെപ്സ് ഓഫ് സ്കിൻ കെയർ. എന്നോട് ചോദിക്കരുത്. അല്ലല്ല, അതിനെ കുറിച്ച് ചോദിക്കുകയല്ല, ശരിക്കും അതിന്റെ ആവശ്യം ഒരാവശ്യമില്ല. കാരണം അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ 12 ആയി തോന്നുന്നല്ലേ. ഇത് തുടങ്ങിയത് 3 സ്റ്റെപ്സ് ആയിരുന്നു, പിന്നെ അത് 5 സ്റ്റെപ്സ് ആയി, പിന്നെ അത് 7 സ്റ്റെപ്സ് ആയി, ഇപ്പൊ അത് 12 സ്റ്റെപ്സ് ആയി. അപ്പം ഇത് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ പ്രതിഭാസമാണെന്നേ ഞാൻ പറയല്ലോ, ഓരോരോ പ്രതിഭാസം. ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു മിനിമം സാധനം എന്ന് വെച്ചാൽ ഒരു ക്ലെൻസർ യൂസ് ചെയ്യണം. കാരണം മുഖത്തുള്ള അഴുക്കൊക്കെ പോകാൻ ഒരു ടോണർ, അതൊന്ന് അതിൻ്റെ പോർസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ആയതിനു ശേഷം പോർസ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു സീറം, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സീറം ഉപയോഗിക്കണം, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, രാവിലെ നിർബന്ധമായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇത്രയൊക്കെങ്കിലും ഒരു മിനിമം ചെയ്യേണ്ടത്. ഇത്ര മാത്രം ചെയ്താൽ മതി. ഒരുപാടൊന്നും ചെയ്യുന്നവരുണ്ട്, അവർ ചെയ്തോട്ടെ. പക്ഷേ എല്ലാവരും അത് ചെയ്യണമെന്നോ ഫോളോ ചെയ്യണമെന്നോ ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊരു ഗാർഹ്യം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സമീപിക്കേണ്ടത് ഒരു ഡെർമറ്റോളജിസ്റ്റ് തന്നെയാണ്. അവർ കറക്റ്റ് പറഞ്ഞുതരും. പക്ഷെ ഇതിന്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് തോന്നുന്നില്ല അത്രയൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത്. ഇപ്പം നമ്മൾ സൺസ്ക്രീൻ ആവട്ടെ ക്ലെൻസർ ആവട്ടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് ബ്രാൻഡ്സ് ആണ്, ഹൈ എൻഡ് ബ്രാൻഡ്സ്, നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ്. പക്ഷേ ഡോക്ടർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഇന്ത്യൻ ബ്രാൻഡ്സ്,
അപ്പോൾ അതും നമ്മുടെ കൊറിയൻ ബ്രാൻഡ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, നമ്മുടെ സ്കിന്നിന് ശരിക്കും ഇന്ത്യൻ സ്കിന്നിന് കൊറിയൻ പ്രൊഡക്ട്സ് ആപ്റ്റ് ആണോ? സി അങ്ങനെ നമുക്ക് അല്ല, നമ്മുടെ ഒരു ക്ലൈമാറ്റ്, നമ്മുടെ ക്ലൈമറ്റും അല്ല, നമ്മുടെ ക്ലൈമറ്റിൽ പറ്റുന്നതും വിദേശത്തെ ക്ലൈമറ്റിൽ പറ്റുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് തന്നെയാണ്. കാരണം വൺ ക്വാളിറ്റി ഈസ് എ വെരി ഡിസൈഡിങ് ഫാക്ടർ. കാരണം അവിടെ കിട്ടുന്നതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്ന കുറവാണ് ആക്ച്വലി. കാരണം അവിടുത്തെ എന്താണ് മെഡിസിനൽ പ്രോട്ടോകോൾസും അതിൻ്റെ ക്വാളിറ്റി ചെക്കൊക്കെ വളരെ നല്ലതാണ്. സോ അത് രണ്ടും വ്യത്യാസം തന്നെയാണ്. ക്വാളിറ്റി ഡെഫിനറ്റ്ലി വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ ഈ വലിയ സാധനം കൊറിയൻ സാധനം യൂസ് ചെയ്താൽ ഭയങ്കരമായിട്ട് മാറ്റം വരും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതാണ് ബെസ്റ്റ് എന്ന് പറയുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. അതിലൊന്നുമില്ല. അത് ഇന്ത്യൻ പ്രൊഡക്ട്സും അതിലേറെ നല്ല പ്രൊഡക്ട്സ് ഉണ്ട് എന്നുള്ളത്. ബട്ട് വി ഹാവ് ടു ചൂസ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കോസ്റ്റും ഒരിക്കലും ഒരു ഡിസൈഡിങ് ഫാക്ടർ അല്ല. 250 രൂപയുടെ സൺസ്ക്രീൻ വളരെ നല്ലതായിരിക്കും. 10,000 രൂപയുടെ സൺസ്ക്രീനാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന മണ്ടത്തരം എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇപ്പോൾ പുതിയ ജനറേഷന്, ഇനി വളർന്നു വരുന്ന ജനറേഷന് ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്, നമ്മൾ ആദ്യം തുടങ്ങിയ സാധനം, ഇതൊക്കെ എന്താണ് ഒരു പുതിയൊരു ഉപദേശം കൊടുക്കാനുള്ളത്? ആസ് എ ഡോക്ടർ ഒരു പുതിയ തലമുറക്ക് എന്താണ് അവരുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് എന്തായിരിക്കണം എന്നത്? ഡോക്ടറുടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയാം, ഏറ്റവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ യങ്ങർ ജനറേഷൻ അല്ലെങ്കിൽ വരുന്ന ജനറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻ ദ സെൻസ്, അതായത് നല്ല ഫിസിക് ആയിരിക്കണം എന്നുള്ളതാണ്. ബിൽഡ് ദിയർ മസിൽസ്, ആക്റ്റീവ് ആവുക, നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യുക, നല്ല പ്രോട്ടീൻ റിച്ച് ഡയറ്റിലോട്ട് പോവുക. കാരണം നമ്മൾ ഇന്ത്യൻസിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഡെഫിഷ്യൻ്റ് ആണ്, പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണ്. സോ ആക്ച്വലി നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റിലോട്ട് പോവുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. കാരണം ലൈഫ് സ്റ്റൈൽ മാറുന്ന വേണം, നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ട് പോകണം. അതായത് എക്സസൈസ്, കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് പോവാം. ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം ഡിപ്പെൻഡൻറ്റ്. ഓരോ കാലഘട്ടത്തിലും ഓരോ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ആണ് എന്നുള്ളതാണ്. നമ്മളുടെ കാലഘട്ടത്തിലുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ് അല്ല നമ്മളുടെ താഴെയുള്ള ജനറേഷൻ, അതിൻ്റെ താഴെയുള്ള ജനറേഷൻ വേറൊരു ബ്യൂട്ടി സ്റ്റാൻഡേർഡാണ്. സോ അത് അവർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എനിക്ക് ജനറലൈസ്ഡ് ആയിട്ട് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. So do exercise. 1. Have a healthy diet. ബാലൻസ്ഡ് ഡയറ്റ്. ഒരുപാട് കാബ്സ്, ഒരുപാട് ചോറ്, ഒരുപാട് അൽഫാം അല്ല ഒരുപാട് മന്തി അങ്ങനെ കഴിക്കുന്നതിന് പകരമായിട്ട് ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് ഡയറ്റ്. ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, റോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പച്ചക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് തിന്നാൻ ശ്രമിക്കാം. നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളറിയാതെ തന്നെ നമുക്ക് അതിൻ്റെ പാർട്ട് ആൻഡ് പാർസലായിട്ട് കിട്ടുന്നൊരു സാധനമാണ് സൗന്ദര്യം. ഈ പറയുന്ന ഒരു സാധനവും നമുക്ക് വേണ്ട എന്നുള്ളത്. നല്ല ലൈഫ് സ്റ്റൈലാണോ നമുക്ക് നല്ല സൗന്ദര്യം വരും. അതിൻ്റെ കൂടെ ചെറിയ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോയ്സ്ചറൈസർ, ഡെഫിനറ്റ്ലി ഒരു സൺസ്ക്രീൻ, എന്താ പറയുക, എളുപ്പമാർഗ്ഗത്തിൽ കിട്ടുന്ന ഒരു സാധനവും പാടില്ല. അതായത് വെളുക്കാനുള്ള അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനം വേണം. കളർ ഒരു ഫാക്ടറേ അല്ല സൗന്ദര്യത്തിൻ്റെത്. കളർ ഒരിക്കലും ഒരു ഡിസൈഡിങ് ഫാക്ടർ അല്ല. പക്ഷെ നല്ലൊരു ശരീരം ഒരു ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി എക്സസൈസ് എല്ലാം ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഉപദേശം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.